ഞാനിപ്പോൾ പാലക്കാട് പുതുശ്ശേരി പഞ്ചായത്തിലെ കോങ്ങാമ്പാറയിലാണുള്ളത്. നമ്മുടെ സ്വരൂപിൻ്റെ പുതിയ സ്റ്റാർട്ടപ്പ് ട്രൈ വൺസ്. സ്വരൂപ്, എന്താണ് ഈ ട്രൈ വൺസ്? ഒരിക്കലെങ്കിലും നോക്കൂ എന്നാണോ, ഒരിക്കൽ നോക്കിയാൽ വിട്ടുപോകില്ല എന്നാണോ? ട്രൈ വൺസ് then it becomes a habit എന്നുള്ളതാണ് നമ്മളുടെ ഒരു എന്താ പറയുക, ഒരു ക്യാപ്ഷൻ തന്നെ. കാരണം ഒരു പ്രാവശ്യം നമ്മളുടെ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ വ്യത്യാസം ഫീൽ ചെയ്യാൻ കഴിയണം. കാരണം ഇപ്പോൾ നോർമലി മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് ഒരു വ്യത്യസ്തമായിട്ടുള്ള സംഗതി ആയിരിക്കും നമ്മൾ എന്തായാലും കൊടുക്കുന്നുണ്ടാവുക. ട്രൈ ചെയ്യാൻ പറയുന്നത്. വൺസ് ട്രൈ ചെയ്യൂ then it becomes a habit. ഓക്കെ, അപ്പോൾ സൂക്ഷിക്കണം. തീർച്ചയായിട്ടും വേണ്ട. എന്തൊക്കെയാണ് ഇതിലുണ്ടാക്കുന്നത്? പാലിൽ തുടങ്ങണം? അല്ല, ആക്ച്വലി നമ്മളൊരു കൃഷിക്കാരുടെ കൂട്ടായ്മയാണ്. ഞങ്ങളെല്ലാം കൃഷിക്കാരാണ്, ഫാർമേഴ്സാണ്. ഞങ്ങൾ എന്താ വെച്ചാൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നേരിട്ട് ആവശ്യക്കാരിലേക്ക് എത്തിക്കുക. അപ്പോൾ മധുരട്ടം പല പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷേ നിങ്ങളത് എവിടെ നിന്ന് വരുന്നു? ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന തക്കാളി, അല്ലെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന പാലായിക്കോട്ടെ, അല്ലെങ്കിൽ എന്തൊരു സാധനം ആയിക്കോട്ടെ, ഇത് ആരാ ഉൽപ്പാദിപ്പിച്ചത്, എവിടെ നിന്നാണ് വരുന്നത് പോലും നമുക്ക് അറിയില്ലല്ലോ. അതിലൊരു മാറ്റം വരണം എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. എന്നാലാണ് കൃഷിക്കാരൻ കുറെ കൂടി എന്താ പറയുക, ഒരു അഭിമാനം കിട്ടുള്ളൂ. അഭിമാനം കിട്ടൽ മാത്രമല്ല, നമ്മളൊന്ന് ഒരു അപ്ലിഫ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും വില കിട്ടലായിക്കോട്ടെ, നമ്മളെ ഡിപ്പെൻഡന്റ് ആവണം. കർഷകരെ മാർക്കറ്റ് ഡിപ്പെൻഡന്റ് ആവണം. ഇപ്പൊ നമ്മൾ മാർക്കറ്റിനാണ് ഡിപ്പെൻഡന്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. കർഷകർ ഇപ്പൊ മാർക്കറ്റിനെ ആശ്രയിക്കുന്നത് തിരിച്ചു വരണം. തീർച്ചയായിട്ടും അത് മാറ്റം വരണം വെച്ചാൽ ഇന്ന കർഷകന്റെ ഉൽപ്പന്നമാണ് എനിക്ക് വേണ്ടതെന്ന് ഉപയോഗിക്കുന്ന ആൾ തീരുമാനിക്കണം. അപ്പൊ അതുകൊണ്ട് നമ്മളൊരു കൂട്ടായ്മ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ആദ്യം ചെയ്തത് പാലാണ്. പാലും പാലുൽപ്പന്നങ്ങളും ഉണ്ട്. ഒരു 10ഓളം പാലുൽപ്പന്നങ്ങളുണ്ട്. അതിലും സ്വരൂപ് എംടെക് കഴിഞ്ഞിട്ടാണ് ഈ പരിപാടിക്ക് ഇറങ്ങിയത്. എംടെക് കഴിഞ്ഞിട്ടല്ല, ഞാൻ എൻ്റെ ഒരു +2 സമയം തൊട്ട് തന്നെ, അല്ലെങ്കിൽ എൻ്റെ SSLC തന്നെ ഞാൻ കൃഷിക്കാരനാണ്. എൻ്റെ ആദ്യ സംരംഭം ട്രൈ വൺസ് അല്ല, കുന്നംപള്ളി ഓർഗാനിക് എന്നുള്ളൊരു ബ്രാൻഡാണ്. അത് ഓർഗാനിക് പ്രൊഡക്ട്സ് ആണ്. നമ്മുടെ എന്താ പറയുക, അരിയുടെ ഉൽപ്പന്നങ്ങൾ, സ്പൈസസ്, അങ്ങനെ നമ്മൾ കൃഷി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങളും നമ്മൾ നേരിട്ട് ആവശ്യക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ബ്രാൻഡിൽ എത്തിക്കാനായിട്ട് തുടങ്ങിയതാണ്. അരി ഉണ്ടായിരുന്നു, അതുപോലെ രക്തശാലി അരി, നവര അരി, തവളക്കണ്ണൻ അരി, പുട്ടുപൊടി, അവല്, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചുക്കുപൊടി, അതുപോലെ കോക്കനട്ട് ഓയിൽ, ജാഗ്രി പൗഡർ, ഇതൊക്കെ ഉണ്ട്. ഇപ്പോഴും അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. അടുക്കള ആദ്യം തൊട്ടു. അല്ല, ഞാൻ പറഞ്ഞല്ലോ കൃഷിക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കൃഷി ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, അതിനെ മൂല്യവർദ്ധനമാക്കണം തീരുമാനിച്ചു. പക്ഷെ അവിടെ എന്ത് പറ്റി വെച്ചാൽ നമ്മൾ അവിടെ കടകളിലൂടെയാണ് മികച്ച യുവ കർഷകരുടെ അവാർഡ് കിട്ടിയത്. അതൊക്കെ ആ സമയത്ത് തന്നെയാണ്. ആ സമയത്ത് കിട്ടിയത്. അതെ അതെ അതെ. 4-5 കൊല്ലായി. 2016 അതെ, അതെ. ആദ്യത്തെ കിട്ടുന്നത് കഴിഞ്ഞിട്ട് അവസാനത്തെ 21 സമയത്തായിട്ട്. പ്രോഡക്റ്റിൽ നിന്ന് അത് മാർക്കറ്റിൽ അവൈലബിൾ ആയിരുന്നു. തീർച്ചയായിട്ടും അത് നമ്മൾ എന്താ വെച്ചാൽ ഷോപ്പുകൾ വഴിയും ഓർഗാനിക് ഷോപ്പുകൾ വഴിയും ചെയ്തിരുന്നത്. ട്രൈ വൺസിന്റെ അതല്ലേ നല്ലത്, അങ്ങനെ കൊടുക്കുന്നല്ലേ. പക്ഷേ ഞാൻ ട്രേസബിലിറ്റി പറഞ്ഞല്ലോ. നിങ്ങൾ കടയിൽ നിന്ന് പല പ്രൊഡക്റ്റ് വാങ്ങാറുണ്ട്, അതിന്റെ സോഴ്സ് നമുക്ക് ട്രേസ് ചെയ്യാൻ പറ്റാറില്ല. ട്രൈ വൺസിന്റെ മെച്ചം എന്താ വെച്ചാല്, ട്രൈ വൺസ് അതിന് ശേഷം നിങ്ങൾ തുടങ്ങിയതാണ്. ഞങ്ങൾ ഇപ്പൊ 5 പേരാണ് ഡയറക്ടേഴ്സ് ഉള്ളത്. ഞങ്ങൾ 5 പേരും സിമിലർ ആയിട്ട് തന്നെ പലതും. ഇപ്പോൾ 3 പേര് ഞങ്ങൾ ഒരുമിച്ച് ബിടെക്കിന് ഒരുമിച്ച് പഠിച്ച ആളുകളാണ്. 2 പേര് ഞങ്ങൾ എംടെക് ഒരുമിച്ചായിരുന്നു. അപ്പൊ അന്ന് തന്നെ ഞങ്ങൾ ഈ ഡിസ്കഷനെല്ലാം വരാറുണ്ടായിരുന്നു. എന്തെങ്കിലും ഒന്ന് വ്യത്യസ്തമായിട്ട് ചെയ്യണം, കാരണം ഒഴുക്കിനൊപ്പം നീന്തുന്നതിനേക്കാൾ കൂടുതൽ വ്യത്യസ്തമായിട്ട് ചെയ്യണം എന്നുള്ളതായിരുന്നു. ഒരു കർഷകൻ എന്നുള്ള നിലയിലേക്ക് ഇങ്ങനത്തെ ഒരു സ്റ്റാർട്ടപ്പിൽ പോകാനുള്ള എന്തെങ്കിലും കാരണം ഉണ്ടായിരുന്നോ? നിങ്ങൾ മുമ്പുണ്ടാക്കിയ പ്രോഡക്റ്റ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു 1-2 മോശം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം കടകൾ വഴി കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ് വേറെ പല പ്രൊഡക്റ്റുകൾ കൊടുക്കുക, ഗുണനിലവാരമില്ലാത്ത പ്രൊഡക്റ്റ് കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് കസ്റ്റമേഴ്സ് നേരിട്ട് നമ്മളെ പിന്നീട് വിളിച്ച് കംപ്ലൈന്റ് പറയുന്ന സ്ഥിതി ഉണ്ടാവുക. അതന്നെ, കസ്റ്റമർക്ക് വിശ്വാസം ഇല്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. സ്വരൂപ് കുന്നംപള്ളി എന്നുള്ള ബോർഡ് വെച്ച് വേറെ എന്തെങ്കിലും വിൽക്കും, അങ്ങനെ പറയാം, കൃത്യമായിട്ട് അങ്ങനെ പറയാം. അപ്പൊ നിങ്ങളുടെ ക്രെഡിബിലിറ്റി നഷ്ടമാവും, പിന്നെ ആരും വരില്ല. പിന്നെ എന്റെ മാത്രമല്ല, ഈ ഒരു ജൈവ കൃഷിക്കാരുടെ ആകെ ക്രെഡിബിലിറ്റി പോവുകയാണ്. എന്നുവെച്ചാൽ എല്ലാവരും ഞാൻ മോശമെന്നല്ല പറഞ്ഞത്, ചില ആളുകൾ മോശക്കാരുള്ളതുകൊണ്ട് എന്തുണ്ടാവും വെച്ചാല്, എന്റെ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് മറ്റൊരു അരി, എന്റെ പ്രൊഡക്റ്റ് ആണെന്ന് പറഞ്ഞ് മറ്റൊരു അരി ഒരു കസ്റ്റമർക്ക് കൊടുത്തു. ആ കസ്റ്റമർ വാങ്ങിച്ച് ഉപയോഗിച്ചു. അത് ഉപയോഗിക്കുന്ന സമയത്ത് അരി കഴുകുന്ന സമയത്ത് കയ്യിൽ എണ്ണ പോലെ എന്തോ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അവരെനിക്കൊരു ഫോട്ടോ അയച്ചു തന്ന, കുറെ എന്നെ ചീത്ത പറഞ്ഞു ഫോൺ ചെയ്തിട്ട്.
അവസാനം അതിന്റെ ഫോട്ടോ അയച്ചു തന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് വെള്ള അരിയായിരുന്നു. ഇതുവരെ ഞങ്ങളുടെ കൃഷിയിടത്തിൽ വെള്ള നെല്ല് കൃഷി ചെയ്തിട്ടേ ഇല്ല. ഞങ്ങളെല്ലാം മട്ടേരി കൃഷി ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇവര് കാണിച്ചത് ഇതാണ്. നോക്കുമ്പോൾ ഷോപ്പുകാർ എന്റെയാണെന്ന് പറഞ്ഞിട്ട് അവർക്കത് കൊടുത്തതായിരുന്നു. മറ്റു വിശദാംശങ്ങളൊന്നും പറയുന്നില്ല, മോശമാണെന്നുള്ളതുകൊണ്ട് നമുക്കൊരു അനുഭവം ഉണ്ടായി. അത് മാത്രമല്ല പൈസ പലപ്പോഴും കിട്ടാണ്ട് വരിക, വലിയ മാർജിൻ കൊടുക്കേണ്ടി വരിക. ഒരു കൃഷിക്കാരന് അതിനൊക്കെ പരിമിതികളുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് മാത്രമല്ല ചിലപ്പോൾ വിറ്റ് പോയിട്ടില്ലെങ്കിൽ തിരിച്ചു നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ആഡ് ചെയ്യണില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് അധിക നാൾ ഇരിക്കില്ല നമ്മുടെ പ്രൊഡക്റ്റുകൾ. പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്താൽ കുറച്ചുകൂടി ഇരിക്കുകയായിരിക്കും. നമ്മളുടെ ഒരു 1.5 മാസമൊക്കെ തന്നെ ഇരിക്കുള്ളൂ. ആ സമയത്തിനകത്ത് വിറ്റ് പോയിട്ടില്ലെങ്കിൽ തിരിച്ചു തരികയാണ്. നമുക്ക് അത് കൊണ്ടുവന്ന് നമുക്കൊന്നും ചെയ്യാനുമില്ല. അപ്പൊ അങ്ങനെ കുറെ പ്രശ്നങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ട്രൈവൺസിന്റെ മെച്ചം എന്താ വെച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെയാണ് ട്രൈവൺസിലേക്ക് വരുന്നത്. ട്രൈവൺസ് പാലാണ് ഇപ്പോൾ കൊടുക്കുന്നതെങ്കിലും പാല് കൊടുക്കാനായിട്ട് തുടങ്ങിയൊരു സംരംഭമല്ല. പാലും പാലുൽപ്പന്നങ്ങളും മുതൽ കൃഷിക്കാർ ഉൽപ്പാദിപ്പിക്കുന്ന പഴങ്ങളും പച്ചക്കറികളും എഗ്ഗും മീറ്റും ഉൾപ്പെടെ കൃഷിക്കാരുടെ മുഴുവൻ ഉൽപ്പന്നങ്ങളും നിങ്ങളുടെ വീട്ടുപടിക്കലെത്തും. ഈ ആപ്പിലൂടെ, ട്രൈവൺസ് ഒരു ആപ്പാണ്. ആ ആപ്പിലൂടെ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. നിങ്ങളുടെ വീട്ടുപടിക്കലെത്തും. ഏർലി മോർണിംഗ് 4 o'clock to 7:30 ആണ് നമ്മുടെ ഡെലിവറി ടൈം. അതിനകത്ത് പ്രോംപ്റ്റ് ആയിട്ട് വീട്ടിൽ ഡെലിവറി തരും. പ്രൊഡക്ഷൻ കിട്ടും, പ്രൊക്യൂർമെന്റ് ഉണ്ട്, പ്രോസസിംഗ് ഉണ്ട്, ഡെലിവറി എല്ലാം നമ്മൾ തന്നെയാണ്.